ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അവസാനമായിട്ട് ക്ലാസ് എടുത്തത് പ്രോസസ് കോസ്റ്റിങ്ങിലെ ഈക്വലൻ്റ് പ്രൊഡക്ഷൻ്റെ പ്രോബ്ലം പാർട്ടാണ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി പുതിയ ടോപ്പിക്കാണ്, പ്രോസസ് കോസ്റ്റിങ്ങിൽ തന്നെ പുതിയ ടോപ്പിക്കാണ് ഇനി ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്സ്, ഇൻ ഷോർട്ട്, ദി പ്രോഫിറ്റ് അറൈസിങ് ഇൻ ബിറ്റ്വീൻ ടു പ്രോസസ്സസ് ഓർ profit within the processes is called inter-process profit. രണ്ട് പ്രോസസ്സുകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന, ഒരു പ്രോസസ്സിനുള്ളിലുണ്ടാകുന്ന പ്രോഫിറ്റ്, അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സുകൾക്ക് ഇടയിലുണ്ടാകുന്ന പ്രോഫിറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയാം. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി കോസ്റ്റ് ആൻഡ് ട്രാൻസ്ഫർ പ്രൈസ് ഈസ് നോൺ ആസ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്. കോസ്റ്റും ട്രാൻസ്ഫർ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയാം. എന്താണ് ട്രാൻസ്ഫർ പ്രൈസ്? ICMA London defines transfer price as a price related to goods or other benefits transferred from process or department to another, or from one member of a group to another member. അതായത് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്കോ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ, അല്ലെങ്കിൽ ഒരു മെമ്പറിൽ നിന്ന് വേറൊരു മെമ്പറിലേക്കോ നമ്മളെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസിനെയാണ്, ആ ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസിനെയാണ് നമ്മൾ എന്താ പറയുക, ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയാം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗുഡ്സോ സർവീസുകളോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈസാണ് ഇത് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൈസ്, അതായത് ഗുഡ്സോ സർവീസുകളോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയാം. നെക്സ്റ്റ്, പ്രൊസീജിയേഴ്സ് ഓഫ് പ്രിപ്പയറിംഗ് പ്രോസസ് അക്കൗണ്ട്സ് ഇൻ കേസ് ഓഫ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്. എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ്, in every process account, 3 columns, total column, cost column and profit column, are provided on both the debit and credit side. അതായത് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരേപോലെ 3 കോളംസ് വേണം. ടോട്ടൽ കോളം വേണം, കോസ്റ്റ് കോളം വേണം, പ്രോഫിറ്റ് കോളം വേണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫോർ ദി കൺവീനിയൻസ് ദി എമൗണ്ട് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോസസ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. നമ്മൾ സാധാരണ ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യാറുണ്ടായിരുന്നത്. നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഡക്റ്റ് ചെയ്യാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാണ് ഇവിടെ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റിൽ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തത്, വാല്യൂ ഓഫ് സ്റ്റോക്ക് കാണാൻ, അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കാണേണ്ടി വരും മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട്. അങ്ങനെ കാണേണ്ടി വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്, ഇക്വേഷനാണ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു സ്റ്റോക്ക്. നാലാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാണേണ്ടി വരും. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാണുന്ന 2 മെത്തേഡ് ഉണ്ട്. ഒന്ന്, കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനായിട്ടുള്ള കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 ചെയ്യും. ഇഫ് ദി പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈസ് ഗിവൺ ഓൺ ട്രാൻസ്ഫർ പ്രൈസ്, ട്രാൻസ്ഫർ പ്രൈസിൻ്റെ ബേസിലാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കാണുന്നതെങ്കിൽ കോസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്നായിരിക്കും ഇക്വേഷൻ. നമുക്ക് എങ്ങനെ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ്സിലെ പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. വെൻ ദർ ഈസ് ഓൺലി ക്ലോസിംഗ് സ്റ്റോക്ക്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ ഇവിടെ തരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. ദി മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ഓഫ് എക്സ് ലിമിറ്റഡ് ഇൻവോൾവ്സ് 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സസ് ഇൻ കണക്ഷൻ വിത്ത് ദി സെയിം യൂണിറ്റ്. ഇവിടെ 3 പ്രോസസ്സുകളുണ്ട്, പ്രോസസ് പി, പ്രോസസ് ക്യൂ, പ്രോസസ് ആർ. The output of process P is charged to the process Q at a profit of 25% on cost, and the output of process Q is charged to the process R on similar basis.
The completed product is transferred into stock at a price which gives process or profit of rupees of 25% on cost. From the following particulars, prepare process accounts and finished goods account. Stock in each process has been valued at prime cost. മെറ്റീരിയൽസ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോസസ് പിയിലും ക്യൂയിലും ആറിലും തരുന്നുണ്ട്. 14,000, 21,000, 7,000. വേജസ് 21,000, 14,000, 28,000. ക്ലോസിംഗ് സ്റ്റോക്ക് 7,000, 14,000, 21,000. Closing stock of finished products amounts to 14,000. Remaining goods were sold for rupees 1,26,000. Show also actual realized profit to be taken on the credit of the profit and loss account. നമ്മളിവിടെ എന്തൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത്? പ്രോസസ് അക്കൗണ്ട് കാണണം, അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട് കാണണം, പിന്നെ എന്താ സ്റ്റോക്കിൻ്റെ വാല്യൂ കാണണം, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കുള്ള പ്രോഫിറ്റ്, റിയലൈസ്ഡ് പ്രോഫിറ്റ്, ആക്ച്വൽ റിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ കാണാം. എങ്ങനെ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് പ്രോസസ് പി അക്കൗണ്ട് അല്ലേ, പ്രോസസ് പി അക്കൗണ്ട് എന്ന് നമ്മൾ വരച്ചു. ഫസ്റ്റ് എന്ത് ചെയ്യണം? പെർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, ടോട്ടൽ കോളം ഉണ്ടാവും, കോസ്റ്റ് കോളം ഉണ്ടാവും, പ്രോഫിറ്റ് കോളം ഉണ്ടാവും. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ ടോട്ടൽ കോളം, കോസ്റ്റ് കോളം, പ്രോഫിറ്റ് കോളം വരയ്ക്കുക. എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ആദ്യം ഏത് ഐറ്റം റെക്കോർഡ് ചെയ്യും? മെറ്റീരിയൽസ് റെക്കോർഡ് ചെയ്യും. മെറ്റീരിയൽസിൻ്റെ പ്രോസസ് പിയിൽ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 14,000 ആണ് അല്ലേ. അത് കോസ്റ്റ് കോളത്തിലും ടോട്ടൽ കോളത്തിലും നമ്മൾ 14,000 റെക്കോർഡ് ചെയ്തു. നമുക്ക് കോസ്റ്റ് ലൈനിൽ യാതൊരുവിധ ഇൻഫർമേഷനും തരുന്നില്ല. ടോട്ടൽ കോസ്റ്റ് ഇത്രയാണ്, അതേപോലത്തെ കോസ്റ്റ് ഇത്രയാണ്, ടോട്ടൽ ഇത്രയാണെന്ന് പറഞ്ഞ് തരുന്നില്ല. അതുകൊണ്ട് ടോട്ടലും കോസ്റ്റും നമ്മളിവിടെ 14,000 ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ടോട്ടലും കോസ്റ്റും ഒന്നായതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കോളം നമ്മൾ നില്ലായിട്ട് റെക്കോർഡ് ചെയ്യും. വേജസ് അതേപോലെ തന്നെ എത്രയാണ് വരിക? 21,000 പ്രോഫിറ്റ് കോളം നില്ല്. അപ്പോൾ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അപ്പോൾ മെറ്റീരിയൽസ് വേജസ് നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പ്രൈം കോസ്റ്റ് എന്ന് പറയാം അല്ലേ. ഓൾ ഡയറക്റ്റ് കോസ്റ്റാണ് പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. എത്ര കിട്ടുക? ടോട്ടൽ കോളത്തിൽ 35, കോസ്റ്റ് കോളത്തിനും 35 അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കുറക്കണം. നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് എന്താക്കുകയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? പ്രോസസ് പിയിൽ 7,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 35,000 നിന്ന് 7,000 മൈനസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ കോളത്തിൽ 28,000, കോസ്റ്റ് കോളത്തിൽ 28,000 കിട്ടും. അത്രയും കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓരോ പ്രോസസ്സിനും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണണം. നമ്മളോട് എന്ത് ഡീറ്റെയിൽസാണ് പറഞ്ഞിട്ടുള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ 25% ഓൺ കോസ്റ്റ് ആണ്. അതായത് നമുക്ക് കോസ്റ്റ് ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. പ്രോസസ് ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് പി, അതായത് പ്രോസസ് പിയിലുള്ള ഔട്ട്പുട്ട് നമ്മൾ പ്രോസസ് ക്യൂവിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ 25%, ആ കോസ്റ്റിൻ്റെ 25% ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുക. അതായത് ഈ പ്രോസസ്സ് അവസാനിക്കുമ്പോൾ നമ്മൾ പ്രോസസ് ക്യൂവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കോസ്റ്റ് ഉണ്ടല്ലോ, അതായത് കോസ്റ്റ് കോളത്തിലുള്ള എമൗണ്ട്, അതിൻ്റെ 25% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 28,000 ആണല്ലേ. ആ 28,000ൻ്റെ 25% കാണാം. 28,000 × 25/100 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7,000 കിട്ടും. അതാണ് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. കോസ്റ്റ് കോളത്തിൽ നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന ഡെബിറ്റ് സൈഡിലെ പ്രോഫിറ്റ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രോഫിറ്റായിട്ടുള്ള 7,000 റെക്കോർഡ് ചെയ്യും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ കോളത്തിൽ 35,000 കിട്ടും, കോസ്റ്റ് കോളത്തിൽ 28,000 കിട്ടും, പ്രോഫിറ്റ് കോളത്തിൽ 7,000 കിട്ടും. ക്രെഡിറ്റ് സൈഡിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് റെക്കോർഡ് ചെയ്യാനുണ്ടോ? ഇല്ല.
അപ്പോൾ 35,000, 28,000, 7,000 കിട്ടും. ആ എമൗണ്ട് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോസസ് ക്യൂ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് 35,000, 28,000, 7,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രോസസ് ക്യൂ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ പ്രോസസ് പി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി അടുത്തതാണിത്, പ്രോസസ് ക്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നേരത്തെ റെക്കോർഡ് ചെയ്തതുപോലെ തന്നെ ചില ഡിഫറൻസുകൾ മാറ്റം വരുന്നുണ്ട്, നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യും? മെറ്റീരിയൽസ് ആണോ ആദ്യം റെക്കോർഡ് ചെയ്യുക ഡെബിറ്റ് സൈഡിൽ? അല്ല, അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ് പിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോസസ് ക്യൂവിലേക്ക് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെബിറ്റ് സൈഡിൽ ടു പ്രോസസ് പി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ കോളത്തിൽ 35,000, കോസ്റ്റ് കോളത്തിൽ 28,000, പ്രോഫിറ്റ് കോളത്തിൽ 7,000. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പ്രോസസ് ക്യൂ അല്ല ഡെബിറ്റ് സൈഡിൽ വരിക, പ്രോസസ് പി അക്കൗണ്ട് എന്നാണ് വരിക. അപ്പോൾ 35, 28, 7,000 എഴുതി. ഇനി അടുത്തത് മെറ്റീരിയൽസ് 21,000, 21,000, വേജസ് 14,000, 14,000. ഇതൊക്കെ റെക്കോർഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ടോട്ടൽ ചെയ്യണം, പ്രൈം കോസ്റ്റ് കാണണം. അപ്പോൾ 70,000 ടോട്ടൽ കോളത്തിൽ 70,000, കോസ്റ്റ് കോളത്തിൽ 63,000, പ്രോഫിറ്റ് കോളത്തിൽ 7,000 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിൽ പ്രോസസ് ക്യൂവിൽ എത്രയാണ് വരുന്നത്? 14,000 ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ കോളത്തിൽ 14,000 ചെയ്യും. നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്, വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കാണണമെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രോസസ്സിൽ ക്ലോസിംഗ് സ്റ്റോക്ക് സെയിം ആയിരിക്കും. പക്ഷെ സെക്കൻഡ് പ്രോസസ്സ് വരുമ്പോൾ ഇൻറ്റർ പ്രോസസ് പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് പ്രോസസ്സ് വരുമ്പോൾ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ചേഞ്ച് ആവാം. അത് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? കോസ്റ്റ് ഇൻറ്റു സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ. എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെയാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് നമ്മൾ കാണാമെന്നുള്ളത് നോക്കാം. പ്രോസസ് ക്യൂവിലുള്ള വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കാം. പ്രോസസ് ക്യൂ ഈക്വൽ ടു കോസ്റ്റ് ഈക്വൽ ടു എങ്ങനെയാ? കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഇൻറ്റു സ്റ്റോക്ക്. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഇവിടെ എത്രയാണ് നമുക്ക് കോസ്റ്റ് തന്നിട്ടുള്ളത്? 63,000 ആണ്. ടോട്ടൽ എത്രയാണ്? 70,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? 14,000 ആണ് അല്ലേ? അപ്പോൾ 63,000 ഡിവൈഡഡ് ബൈ 70,000 ഇൻറ്റു 14,000 ഈക്വൽ ടു എത്ര കിട്ടും? 12,600 കിട്ടും. അതായത് 63,000 ഡിവൈഡഡ് ബൈ 70,000 ഇൻറ്റു 14,000 ഈക്വൽ ടു 12,600 കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കൂടെ കാണണം. പ്രോഫിറ്റ് എങ്ങനെ കാണാം? ടോട്ടൽ മൈനസ് കോസ്റ്റ് ആണ് നമുക്കിവിടെ പ്രോഫിറ്റ് ആയിട്ട് കാണേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കോളത്തിൽ എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ടോട്ടൽ കോളത്തിൽ എത്രയാണ് കിട്ടുന്നത്? 14,000 ആണ് നമ്മൾ റെക്കോർഡ് ചെയ്തത് അല്ലേ? കോസ്റ്റ് കോളത്തിൽ എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത്? 12,600 ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? 14,000 മൈനസ് 12,600 ഈക്വൽ ടു 1,400 ആണ് നമ്മളുടെ പ്രോഫിറ്റ്. അത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്തു? പ്രോസസ് ക്യൂ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു. പ്രോഫിറ്റ് കിട്ടിയ മനസ്സിലായില്ലേ? 14,000 മൈനസ് 12,600 ഈക്വൽ ടു 1,400 ആണ് നമ്മളുടെ എന്ത് പ്രോഫിറ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക ക്യൂ അക്കൗണ്ടിൽ. അങ്ങനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിലെ 14,000, 12,600, പ്രോഫിറ്റ് 1,400 റെക്കോർഡ് ചെയ്തു. ഇനി എന്താ നമ്മൾ കാണാനുള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൂടി നമ്മൾ റെക്കോർഡ് ചെയ്യാനുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാം? പ്രോസസ് ആറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ടോട്ടലിൻ്റെ 25%, അതായത് എത്രയാണ് വരിക? 56,000 ഇൻറ്റു 56,000 ഇൻറ്റു 25/100. അപ്പോൾ എത്ര കിട്ടും? 14,000 കിട്ടും. അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ കോളത്തിലും പ്രോഫിറ്റ് കോളത്തിൽ 14,000 റെക്കോർഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. മൊത്തത്തിൽ ടോട്ടൽ ചെയ്താൽ ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ കോളത്തിൽ 70,000, കോസ്റ്റ് കോളത്തിൽ 50,400, പ്രോഫിറ്റ് കോളത്തിൽ 19,600, അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യും.
അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മളെ വേറെ ഒന്നും റെക്കോർഡ് ചെയ്യാനായിട്ടില്ല. ആ എമൗണ്ട് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പ്രോസസ് ആർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. 70,000, 50,400, 19,600 റെക്കോർഡ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? പ്രോസസ് ക്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, പ്രോസസ് പി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി പ്രോസസ് ആർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി നമ്മൾ പ്രോസസ് ആർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യണം? പ്രോസസ് ക്യൂവിൽ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പ്രോസസ് ആറിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ പ്രോസസ് ക്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 70,000, 50,400, 19,600 റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തത് എന്താ? മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് എത്രയാണ് ആറിലേക്ക് വരുന്നത്? 7,000, 7,000. വേജസ് 28,000, 28,000. പ്രൈം കോസ്റ്റ് 1,05,000, 85,400, പ്രോഫിറ്റ് 19,600 കിട്ടി. പ്രൈം കോസ്റ്റും കിട്ടി. ഇനി എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യുമ്പോൾ പ്രോസസ് ആറിലേക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 21,000 ടോട്ടൽ കോളത്തെ റെക്കോർഡ് ചെയ്തു. കോസ്റ്റ് കോളത്തെ റെക്കോർഡ് ചെയ്യാൻ നമുക്കറിയോ? ഇല്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ? കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു സ്റ്റോക്ക്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രോസസ് ആർ അക്കൗണ്ടിലേക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടും? 85,400 ആണ് നമ്മളുടെ എന്ത് കോസ്റ്റ്. അതേപോലെ തന്നെ ടോട്ടൽ എത്രയാണ്? 1,05,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 21,000 ആണ്. അപ്പോൾ 85,400 ഡിവൈഡഡ് ബൈ 1,05,000 ഇൻറ്റു 21,000 ഈക്വൽ ടു 17,080 വരും. 85,400 ഡിവൈഡഡ് ബൈ 1,05,000 ഇൻറ്റു 21,000 ഈക്വൽ ടു 17,080 ആണ് നമുക്ക് കോസ്റ്റ് ആയിട്ട് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കിട്ടുക. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കിട്ടും? 21,000 മൈനസ് 17,080 ഈക്വൽ ടു 3,920 ആണ് നമുക്ക് പ്രോസസ് ആർ അക്കൗണ്ടിലെ പ്രോഫിറ്റായിട്ട് കിട്ടുക. അത് നമ്മളെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മളെ പ്രോസസ് ആർ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്ക് 21,000, 17,080, പ്രോഫിറ്റ് കോളത്തിൽ 3,920 റെക്കോർഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതെല്ലാം ടോട്ടൽ ചെയ്യണം. 84,000 കിട്ടും, 68,320 കിട്ടും, പ്രോഫിറ്റ് കോളത്തിൽ 15,680 കിട്ടും. ഇനി ഒന്നുകൂടി ചെയ്യാനുണ്ട് അല്ലേ? പ്രോഫിറ്റ് കാണണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 25% ഓൺ കോസ്റ്റ് റെക്കോർഡ് ചെയ്യും. ഏതിൻ്റെ 25% ആണ് നമ്മൾ എടുക്കുക? 84,000 ഇൻറ്റു 25/100. 84,000 ഇൻറ്റു 25/100 ചെയ്തു. എത്ര കിട്ടും? 21,000 ആണ് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട്. ടോട്ടൽ കോളത്തിൽ 21,000 റെക്കോർഡ് ചെയ്തു. കോസ്റ്റ് കോളം റെക്കോർഡ് ചെയ്യോ? ഇല്ല. പ്രോഫിറ്റ് കോളത്തിൽ 21,000 റെക്കോർഡ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? മൊത്തം ടോട്ടൽ ചെയ്യണം. മൊത്തം ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടും? ടോട്ടൽ ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ കോളത്തിൽ 1,05,000, മറ്റേതിലോ കോസ്റ്റ് കോളത്തിലോ 68,320, പ്രോഫിറ്റ് കോളത്തിൽ 36,680. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്കും അത് ട്രാൻസ്ഫർ ചെയ്യും. 1,05,000, 68,320, 36,680. അപ്പോൾ നമ്മൾ ബാക്കി കിട്ടിയിട്ടുള്ള ക്രെഡിറ്റ് സൈഡിലൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ആ എമൗണ്ട് നമ്മൾ എവിടത്തേക്കാണ് റെക്കോർഡ് ചെയ്യുക? പ്രോസസ് പി റെക്കോർഡ് ചെയ്തു, ക്യൂ റെക്കോർഡ് ചെയ്തു, ആർ റെക്കോർഡ് ചെയ്തു. ആർ കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സ് ഇല്ല. അപ്പോഴത്തേക്കും എന്താവും? ഫിനിഷ്ഡ് സ്റ്റോക്കായിട്ട് മാറും. നമ്മൾ പ്രോസസ്സ് ആറ് അവസാനിക്കുമ്പോൾ അത് ഫിനിഷ്ഡ് സ്റ്റോക്കായിട്ടാണ് മാറുക. അപ്പോൾ നമ്മൾ എവിടത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്യുക. ടോട്ടൽ കോളം 1,05,000, കോസ്റ്റ് കോളം 68,320, പ്രോഫിറ്റ് കോളം 36,680. ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് മാറ്റുമ്പോൾ ഇത്ര എമൗണ്ടുകൾ മാറ്റണം. ഇനി നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചു. ഫസ്റ്റ് നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ പ്രോസസ് ആർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ കോളത്തിൽ 1,05,000, കോസ്റ്റ് കോളത്തിൽ 68,320, പ്രോഫിറ്റ് കോളത്തിൽ 36,680 റെക്കോർഡ് ചെയ്തു അല്ലേ? ഇനി ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എത്ര? 1,26,000 ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അതും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു.
അതിൻ്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക്. എങ്ങനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണുക? ഇക്വേഷൻ ചെയ്ത് നോക്കാം. കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു സ്റ്റോക്ക്. ഇവിടുത്തെ കോസ്റ്റ് എത്രയാണ്? 68,320 ആണ് ഇവിടുത്തെ കോസ്റ്റ് അല്ലേ. അപ്പോൾ 68,320 ഡിവൈഡഡ് ബൈ 1,05,000 ആണ് ഇവിടുത്തെ കോസ്റ്റ് ഇൻറ്റു സ്റ്റോക്ക് എത്രയാണ്? 14,000 ആണ് ഇവിടുത്തെ സ്റ്റോക്ക്. ഓക്കെ അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് അവസാനത്തത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എമൗണ്ട്സ് ടു 14,000 എന്ന് പറയാനുണ്ട്. അപ്പോൾ 68,320 ഡിവൈഡഡ് ബൈ 1,05,000 ഇൻറ്റു 14,000 ഈക്വൽ ടു 9,109 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് കോസ്റ്റ് കിട്ടുക. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ കാണും? 14,000 മൈനസ് 9,109 ഈക്വൽ ടു 4,891 കിട്ടും. പ്രോഫിറ്റ് 4,891, കോസ്റ്റ് 9,109. ഇത് നമ്മളെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുമായിട്ട് കോസ്റ്റ് കോളത്തിൽ ടോട്ടൽ കോളം നമ്മൾ റെക്കോർഡ് ചെയ്തു, 14,000 റെക്കോർഡ് ചെയ്തു. കോസ്റ്റ് കോളത്തിൽ 9,109 റെക്കോർഡ് ചെയ്തു. പ്രോഫിറ്റ് കോളത്തിൽ 4,891 കിട്ടി. അപ്പോൾ സെയിൽസ് കോളം നമ്മൾ ടോട്ടൽ കോളം മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ, 1,26,000. ബാക്കി നമുക്കറിയില്ല, കോസ്റ്റും പ്രോഫിറ്റും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി നമ്മൾ ആദ്യം ഡെബിറ്റ് സൈഡിലുള്ള കോസ്റ്റ്, അതായത് 68,320 മൈനസ് ഏത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്കില്ലേ 9,109, അതായത് 68,320 മൈനസ് 9,109 ചെയ്താൽ നമുക്ക് സെയിൽസിലുള്ള കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര കിട്ടുക? 59,211 കിട്ടും. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ അല്ലേ. 59,211 നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ പ്രോഫിറ്റ് കോളത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുക എങ്ങനെയാണ്? 1,26,000 മൈനസ് 59,211 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കോളം കിട്ടും 66,789 എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെയിൽസ് കോളത്തിൽ സെയിൽസിന് നേരെ ടോട്ടൽ കോളം കിട്ടി, കോസ്റ്റ് കോളം കിട്ടി, പ്രോഫിറ്റ് കോളം കിട്ടി. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡിലുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്താൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ കോളത്തിൽ 1,40,000 കിട്ടും. കോസ്റ്റ് കോളത്തിൽ 68,320 കിട്ടും. പ്രോഫിറ്റ് കോളത്തിൽ 71,680 കിട്ടും. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിലേക്ക് വരാം. ഡെബിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 1,40,000 റെക്കോർഡ് ചെയ്ത് വെച്ചു, 68,320 റെക്കോർഡ് ചെയ്ത് വെച്ചു, 71,680 റെക്കോർഡ് ചെയ്ത് വെച്ചു. പക്ഷേ ഡെബിറ്റ് സൈഡിൽ എന്തോ ഒരു മിസ്സിങ് വരുന്നുണ്ട്. കാരണം 1,40,000 വരുന്നില്ല. അവിടെ ടോട്ടൽ കോളത്തിൽ 1,05,000 വരുന്നുള്ളൂ. അപ്പം 1,40,000 1,05,000 തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അവിടുത്തെ എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രോസസ് ആർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തതിന് താഴെയായിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യും. എത്ര കിട്ടുക? 1,40,000 മൈനസ് 1,05,000 ഈക്വൽ ടു എത്ര കിട്ടും? 35,000 ആണ് അടുത്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ കോളം റെക്കോർഡ് ചെയ്ത് കോസ്റ്റ് കോളത്തിൽ വരുമോ? ഇല്ല. അപ്പോൾ പ്രോഫിറ്റ് കോളത്തിൽ അതേ എമൗണ്ട് റെക്കോർഡ് ചെയ്യും, 35,000. അപ്പോൾ ടോട്ടൽ ചെയ്താൽ ഈക്വൽ ആവും. അപ്പോൾ നമുക്ക് പ്രോസസ് പി അക്കൗണ്ട് കിട്ടി, പ്രോസസ് ക്യൂ അക്കൗണ്ട് കിട്ടി, പ്രോസസ് ആർ അക്കൗണ്ട് കിട്ടി, അതേപോലെ തന്നെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് കിട്ടി. നമ്മൾ നേരത്തെ പ്രോസസ് പിയിലും പ്രോസസ് ക്യൂവിലും പ്രോസസ് ആറിലും ഒക്കെ പ്രോഫിറ്റ് കണ്ടുവച്ചു. അതിൻ്റെ നോട്ട്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രോസസ് പിയിൽ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? 28,000 ഇൻറ്റു 25/100, അതായത് 7,000. അതേപോലെ തന്നെ പ്രോസസ് ക്യൂവിലെ 56,000 ഇൻറ്റു 25/100, 14,000. പ്രോസസ് ആറിൽ 84,000 ഇൻറ്റു 25/100, അതായത് ടോട്ടലിൻ്റെ 25% ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രോസസ് ആറിൽ 21,000 കിട്ടി. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കാം? 7,000 പ്ലസ് 14,000 പ്ലസ് 21,000 പ്ലസ് എത്രയാ? 35,000 ഈക്വൽ ടു 77,000 കിട്ടും. അതായത് ഫസ്റ്റ് പ്രോസസ് പിൻ്റെ പ്രോഫിറ്റ്, പ്രോസസ് ക്യൂവിൻ്റെ പ്രോഫിറ്റ്, പ്രോസസ് ആറിൻ്റെ പ്രോഫിറ്റ്, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ്, അതാണ് ടോട്ടൽ 77,000 കിട്ടുന്നത്. നെക്സ്റ്റ് പ്രൊവിഷൻസ് ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. നമ്മളോട് അവസാനമായിട്ട് പറയുന്നുണ്ട്
പ്രൊവിഷൻസ് ആക്ച്വൽ റിയലൈസ്ഡ് പ്രോഫിറ്റ് കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രൊവിഷൻസ് ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാണാൻ എങ്ങനെയാണ്? ഫസ്റ്റ് പ്രോഫിറ്റ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രോസസ് പി. അതായത് പ്രോസസ് പിയിലെ ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പ്രോസസ് പിയിലെ നമുക്ക് പ്രോഫിറ്റ് ഒന്നും ക്ലോസിംഗ് സ്റ്റോക്കിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളത് ഏതാ? പ്രോസസ് ക്യൂ. പ്രോഫിറ്റ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രോസസ് ക്യൂ. നമുക്ക് പ്രോസസ് ക്യൂവിലെ ക്ലോസിംഗ് സ്റ്റോക്കിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 1400 കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. പിന്നെ ഏതാ? പ്രോഫിറ്റ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രോസസ് ആർ. പ്രോസസ് ആറിലെ ക്ലോസിംഗ് സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. 3920 കിട്ടിയിട്ടുണ്ട്. അതും റെക്കോർഡ് ചെയ്ത് വെച്ചു. പിന്നെ എന്താ? പ്രോഫിറ്റ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സിലെ ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? എത്ര കിട്ടിയിട്ടുണ്ട്? നമ്മൾ കണ്ടുവച്ചതാണ്. 4891 കിട്ടി. ഇതിൻ്റെയൊക്കെ ടോട്ടൽ ചെയ്യാം. 1400 പ്ലസ് 3920 പ്ലസ് 4891 ഈക്വൽ ടു എത്ര കിട്ടും? 10,211 ആണ് നമുക്ക് പ്രൊവിഷൻസ് ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്.